കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി മേഘ മാധവൻ ചേരുന്നു. മേഘ, ഇന്ന് നിശബ്ദ പ്രചരണമാണ്, സ്ഥാനാർത്ഥികളെല്ലാം നല്ല തിരക്കിലാണ്. കോഴിക്കോട്ട് എളമരം കരീമിൻ്റെ ഇന്നത്തെ നിശബ്ദ പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ് അവിടെ നൽകാൻ കഴിയുന്നത്? മേഘ. സിജു, കൊട്ടിക്കലാശത്തിന് പിന്നാലെ നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത്. എനിക്കൊപ്പം ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമാണ് ചേരുന്നത്. കരീംക, ഇന്നത്തെ ദിവസം കൊട്ടിക്കലാശം കഴിഞ്ഞു, നിശബ്ദ പ്രചാരണത്തിലാണ്. എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിൽ? ഇന്ന് ചില മരണ വീടുകളിൽ പോകേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിട്ടുപോയവരിൽ ചിലരെ സാധിക്കുമെങ്കിൽ കാണണമെന്ന് ഉദ്ദേശിക്കുന്നു. മറ്റ് രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നും ഇന്നില്ല. പൊതുവിൽ ഇന്നലത്തോടുകൂടി പ്രചരണ പരിപാടികൾ നല്ല നിലയിൽ പര്യവസാനിച്ചു. ഈ 41 ദിവസത്തിലധികം നീണ്ട പ്രചാരണം, ഈ തെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രത്യേകത എന്നത് രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി നിലകൊള്ളേണ്ട തെരഞ്ഞെടുപ്പ്. അത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം? നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നതും അത് തന്നെയല്ലേ? അത് രാഷ്ട്രീയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ട. ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടനയെ തകർക്കുന്നു. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ എല്ലാ മൂല്യങ്ങളെയും ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പം ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന മുദ്രാവാക്യമായി ഇടതുപക്ഷം മുന്നോട്ട് വച്ചത്. കോൺഗ്രസ്സിന് അത്തരമൊരു നിലപാടില്ല. കോൺഗ്രസ് മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല. അവരുടെ അവസരവാദ നിലപാട് ഓരോന്നോരോന്ന് പ്രകടമായിട്ടുണ്ട്. മാനിഫെസ്റ്റോയിൽ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഒരു പരാമർശം പോലുമില്ല. ഇതെല്ലാം വ്യക്തമാക്കുന്നത് അവരുടെ മൃദു ഹിന്ദുത്വ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഇത് ജനങ്ങളിൽ വലിയ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ തവണ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോയ, കേരളത്തിൽ നിന്ന് പോയ 18 അംഗ MP മാർ കേരളത്തിന് വേണ്ടി എവിടെയും ശബ്ദിച്ചില്ല എന്നതാണ്. അത് വലിയ ചർച്ചയാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടായി. പക്ഷേ ആ കുറ്റബോധത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഉള്ളത് എന്നത് തന്നെയല്ലേ പ്രചാരണത്തിൽ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ 18 MP-മാർ കേരളത്തെ ദ്രോഹിക്കുക ചെയ്തു. കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല എന്ന് മാത്രമല്ല, ലോക്സഭയിൽ കിട്ടുന്ന ഓരോ സന്ദർഭവും കേരളത്തിനെതിരായ അഭിപ്രായങ്ങൾ പറയാനാണ് അവർ വിനിയോഗിച്ചത്. കേരളത്തിൽ ED വരണം, കേരളത്തിൽ CBI വരണം, ശബരിമല സംരക്ഷണം കേന്ദ്ര പോലീസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെമ്പർ സബ്മിഷൻ ഉന്നയിച്ചത്. അവർ സംസ്ഥാന വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. സംസ്ഥാനത്തിന് വേണ്ടി മന്ത്രിസഭ ഒറ്റക്കെട്ടായി ഒരു സമരം ചെയ്യേണ്ടി വന്നു. ആ സമരത്തിന് പോലും അവർ പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് സമരത്തിൽ സഹകരിക്കണം, ഇത് സംസ്ഥാന പ്രശ്നമാണ് എന്ന് നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും അവരതിനെ മാനിച്ചില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് UDF-ന് കേരള സംസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. കടുത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടായപ്പോൾ പോലും MP-മാർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, ഒരു കേന്ദ്ര പദ്ധതിയും കേരളത്തിന് തരുന്നില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത പദ്ധതികൾക്ക് അംഗീകാരം തരുന്നില്ല. എയിംസ് 2012 മൻമോഹൻ സിംഗ് വാഗ്ദാനം ചെയ്ത ഇതുവരെ അത് അനുവദിച്ചില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. മൊത്തത്തിൽ കടുത്ത ദ്രോഹം. ഗവർണർ ഉപയോഗിച്ച് ഭരണം സ്തംഭിപ്പിക്കാനുള്ള നീക്കങ്ങൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വന്ന് ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തില്ല എന്നാണ് കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നത്. ഇത്രയും തരംതാണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിലവാര തകർച്ചയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ MP-മാർ, മെമ്പർമാർ പാർലമെൻറ്റിലെത്തണം എന്നതിൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടു. എന്തായാലും കരീംക പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഈ പ്രചാരണ സമയത്ത് ചർച്ചയായിട്ടുണ്ട്. അത് തന്നെയാണല്ലോ വലിയ പ്രതീക്ഷ നൽകുന്നത് ഈ മണ്ഡലം. തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ മണ്ഡലത്തിലെ പ്രതീക്ഷ. അത് ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാനുള്ളത്. തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ കൊട്ടിക്കലാശത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രചാരണം ഒന്നുമില്ല. അല്ലാതെ ആളുകളെ ഫോണിൽ സംസാരിച്ചും നേരിട്ട് കണ്ടും ഒക്കെ തന്നെയാണ് പ്രചാരണം നടക്കുന്നത്. നേരത്തെ എളമരം കരീം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിനൊപ്പം UDF-ന്റെ 18 MP-മാർ ഒന്നും ചെയ്തില്ല എന്ന ബോധ്യവും അത് തന്നെയാണ് ആത്മവിശ്വാസം നൽകുന്നത് എന്നുമാണ് എളമരം കരീം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു, കോഴിക്കോട് നിന്ന് മേഘ മാധവനാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തിൻ്റെ വിശേഷങ്ങൾ നൽകിയത്.